ഹലോ. നമ്മളിന്ന് ലണ്ടനിലേക്ക് പോവാണ്. നമ്മുടെ കോളേജിൽ നിന്ന് സ്റ്റഡിയുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയൊരു റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട്. ഇതിനി എങ്ങനെ മനസ്സിലാക്കി എടുക്കുമോ എന്തോ. എന്തായാലും അതൊക്കെ നോക്കിയാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു ടീം വർക്കാണ്. അങ്ങനെ നമ്മളിപ്പോൾ ലണ്ടനിലെത്തി. ലണ്ടനിൽ നിന്ന് ബസ് ഇറങ്ങി. എല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. അവിടെ വയ്ക്കുന്ന ടീച്ചർ ഗൈഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ പോകുന്നൊരു മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടേക്കുന്ന കുറേ തലവെട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ തലവെട്ടുകളെല്ലാം ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പിന്നെ ഒരു മനുഷ്യ ശരീരത്തിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. അങ്ങനെ പോയി ഇതൊരു സ്റ്റോണാണ്. ഇതെന്ത് തരം സ്റ്റോണാണെന്നെല്ലാം അതിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. കുറേ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ്. അതിനെല്ലാം അതിൻ്റേതായ സ്റ്റോറീസ് അതിൻ്റെ അടിയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു നോക്കിയാൽ അത് എത്ര നാൾ പഴക്കമുണ്ടെന്നും അതെന്താണെന്നൊക്കെ. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഓരോ തരത്തിലുള്ള പക്ഷികളാണ് സംഭവം. അതിൻ്റെ എല്ലാം ചെറിയൊരു രൂപം ഉണ്ടാക്കി ഇങ്ങനെ ഒരു കൂട്ടിലാക്കി പല തരത്തിലുള്ള പക്ഷികളെ ഒറ്റ കൂട്ടിലാക്കി ഒരു ചെറിയൊരു തുമ്പിയുടെ വലുപ്പത്തിലുള്ളൂ. പിന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളെ പറ്റി മാത്രമുള്ളൊരു ഏരിയ ഉണ്ട്. അതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ കഥകളും അതിൻ്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മനസ്സിലാക്കും. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തലത്തിലുള്ള ഒരുപാട് പക്ഷികളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അതിൽ കുറേ എണ്ണമൊക്കെ ഇവർ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ക്രേസ് തോന്നി, ഇത്രയും തരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ടോയെന്ന്. പിന്നെ കുറേ ഫോസിൽസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഡൈനോസേഴ്സിൻ്റെയൊക്കെ ബോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. ഡൈനോസേഴ്സിൻ്റെ അങ്ങനെ ഫിഷ് അങ്ങനെ പലതിൻ്റെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒറിജിനലാണെന്നാണ് പറയുന്നത്. കുറേയൊക്കെ ഒറിജിനലും കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അതിൻ്റെ കീഴിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഡൈനോസർ. അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവമാണെങ്കിലും കാണാൻ വളരെ രസമുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട് ശരിക്കും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ തേള് ഞണ്ട ഇതിനെന്താ പറയുക എനിക്കറിയില്ല. പിന്നെ ഇതെല്ലാം ഒറിജിനലാണ്, കുറേ നാളായിട്ടിരിക്കുന്നതാണ്. പിന്നെ കണ്ടതാണ് ഈ ഒരു തേളിൻ്റെ രൂപം. ഇത് വീഡിയോയിൽ കാണാൻ അത്ര രസമില്ലെങ്കിലും നേരിട്ട് കാണാൻ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളിയാണ്. പിന്നെ ഒരു ഡൈനോസറിൻ്റെ അസ്ഥികൂടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കണ്ട് അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് വന്ന് ഉച്ച ടൈം ആയതുകൊണ്ട് നല്ലോണം വിശക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാപ്പിച്ചീനോ ഒക്കെ ബുക്ക് ചെയ്ത് അത് കുടിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അവർ നമുക്ക് കാപ്പിച്ചീനോ ഒക്കെ എടുത്ത് തന്നു. സാധനം കുറച്ച് എക്സ്പെൻസീവാണ്. മറ്റേ മ്യൂസിയത്തിനുള്ളിലായതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവായിട്ട് വരുന്നത്. ടേസ്റ്റ് വൈസ് ഓക്കെ. നോർമലി നമ്മൾ കഴിക്കുന്ന കാപ്പിച്ചിനോൻ്റെ തന്നെ ടേസ്റ്റ് വൈസ് നോർമലാണ്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് ഉള്ളിലായതുകൊണ്ടാണ്. പിന്നെ അവർ എസ്പെഷ്യലി ചോദിച്ച് ചോക്ലേറ്റ് പൗഡർ ഇടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും പൈസ കൊടുക്കുന്നതല്ലേ ഇട്ടോന്ന് പറഞ്ഞ്. അങ്ങനെ കോഫി പൗഡർ മറ്റേ ചോക്ലേറ്റ് പൗഡറൊക്കെ ഇട്ട് അതും കുടിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ എണീച്ച് പിന്നെ അതിൻ്റെ ബാക്കി കാണാൻ പോയി. കോഫിയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പം പിന്നെ ആനിമൽ സെക്ഷനിലേക്ക് പോയപ്പം ജിറാഫ്, ഹോഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ യഥാർത്ഥ ഷേപ്പിലും സൈസിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ട ഒറിജിനൽ പോലെ ഉണ്ടെങ്കിലും പക്ഷേ ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. സാധനം അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും. പിന്നെ ഒരു ബ്ലൂ വെയിലാണിത്. പിന്നെ അതിൻ്റെ മേളിലുള്ളതൊക്കെ ഇതിൻ്റെ ഡൈനോസേഴ്സിൻ്റെയൊക്കെ അസ്ഥികൂടങ്ങളാണ്. ആ ബ്ലൂ വെയിലിൻ്റെ ഫോട്ടോ ടോപ്പിൽ നിന്ന് എടുത്താലാണ് അത്ര വൃത്തി വരുള്ളൂ. സൈഡിൽ നിന്ന് എടുത്തിട്ട് അത് ക്ലിയറായിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ടോപ്പിൽ പോയി നോക്കിയപ്പോൾ കിടക്കാനായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതും ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ആനിമൽസിൻ്റെയൊക്കെ കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സർപ്രൈസ് ആയ പോലെ തോന്നി. ഇത്രയും സൈസിൽ ഒക്കെ ഉണ്ടോയെന്ന് തന്നെ ചിന്തിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഡൈനോക്കുട്ടനെ കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ വേറെ 2 കുഞ്ഞ് ഡൈനോക്കുട്ടന്മാരെയും കണ്ടു. അതുങ്ങളെയൊക്കെ ഒന്ന് നോക്കി ചിരിച്ച് കാണിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പിന്നെ ഡൈനോസേഴ്സിനെ പറ്റി കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ഡൈനോസേഴ്സിനെ പറ്റി പഠിക്കാനായിട്ട് ആ ഏരിയയിൽ പോയി. അപ്പോൾ ഒരു ചെറിയ ചില്ലുംകൂട്ടിൽ കുറേ ഡൈനോസേഴ്സിനെ പറ്റി എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഡൈനോസേഴ്സൊക്കെയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസും അതിന് പറയുന്ന പേരുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് എഴുതിയിട്ടുണ്ട്.
പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കടലിനടിയിലെ സൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മേളിൽ നിന്ന് കണ്ട വ്യൂ. പിന്നെ ഓക്കെയാണ്, പക്ഷേ മേളിൽ നിന്നാണല്ലോ എൻ്റെ ഒരു ക്യാമറയിൽ കൊള്ളുന്നില്ലായിരുന്നു, അത്രയും സൈസാണ്. ഒരു ഏരിയ മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ഫിഷസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് വെയിലിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഡൈനോസേഴ്സിനെയൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ടേക്കാണ്. ഒറിജിനൽ എല്ലൊന്നുമല്ല. ഇത് കണ്ടുകഴിഞ്ഞ് ശരിക്കും മീൻ വെള്ളത്തിൽ കിടക്കുന്ന പോലെയുണ്ട്, പക്ഷേ അതും ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ക്രിയേറ്റിവിറ്റി സൂപ്പറാണ്. ഈ സാധനം, ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തായാലും ഈ സാധനം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, ശരിക്കും നമ്മൾ നോക്കിയിരിക്കുന്ന പോലെ തോന്നി. പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റോൺസ് വേറെ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയോ 4 മില്യൺ പഴക്കമുള്ള സാധനം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ തന്നെ കുറച്ച് 2-3 വീഡിയോ ഒക്കെ എടുത്തു, എൻ്റെ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യണ്ടായിരുന്നു, ചെയ്ത്. പിന്നെ സ്റ്റെപ്പിലിരുന്നിട്ടാണ് ഞങ്ങൾ ഡ്രോ ചെയ്തത് കുറച്ചൊക്കെ. നല്ല റഷാണ്, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തിരക്കുണ്ട്. പിന്നെ കുറച്ച് മേളിലേക്ക് വന്നപ്പോൾ പിന്നെയും ഒരുപാടധികം സ്റ്റോൺസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള സ്റ്റോൺസാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിവരിക്കാൻ അറിഞ്ഞൂടാ. ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, ഇങ്ങ് പോന്നു. പിന്നെ ഈ സ്റ്റോൺസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ ഏതൊക്കെയോ ബിസ്ക്കറ്റിൻ്റെയോ ഏതൊക്കെയോ ചോക്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പ് തോന്നും. എനിക്ക് ചില സ്റ്റോൺസ് കണ്ടിട്ട് സത്യം പറയും, എനിക്ക് അതെന്തോ ചോക്ലേറ്റ് ആയിട്ടോ എന്തൊക്കെയായിട്ട് തോന്നിയിട്ട് എനിക്ക് തിന്നാൻ വരെ തോന്നി. ചിലതൊക്കെ കണ്ടാൽ നല്ല രസമുണ്ട്, ചിലത് ഇതെന്താണെന്ന് മനസ്സിലാവാണ്ടാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് സ്റ്റോൺസിൻ്റെ സെക്ഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും വെറൈറ്റീസായിട്ട് അതുപോലെ വെറൈറ്റി സ്റ്റോൺസ് ഉണ്ട്, ഒരുപാടുണ്ടായിരുന്നു കാണാനും. ഇത്രയും തരത്തിലുള്ള സ്റ്റോൺസൊക്കെ നമ്മുടെ ലോകത്തുണ്ടോയെന്ന് വരെ ചിന്തിക്കുന്ന പോലെ ആയിപ്പോയി. പിന്നെ ഇതെന്തായിരുന്നു, ഇതെന്തോ മാർബിൾസ് ആയിരുന്നു, പല ടൈപ്പ് ഓഫ് മാർബിൾസാണ്. കുറച്ച് കട്ട് ചെയ്ത് ഷെൽഫിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സെക്ഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ അങ്ങനെ അധികം നിന്നൊന്നുമില്ല. പിന്നെ അപ്പുറം പോയി കുറച്ച് കാടും പുല്ലും ഒക്കെ കണ്ട് അതും കുറച്ച് നോക്കി, അതിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ മെയിനായിട്ട് കണ്ടതാണ് ഈ സെൻറ്ററിലിരിക്കുന്ന ബ്ലൂ കളറുള്ള സാധനം. ഇതെന്തായിരുന്നു, എന്തോ സ്റ്റോണാണ്, ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം നൈസായിരുന്നു. അതെന്തോ നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു സംഭവം, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അവരവരുടെ സ്റ്റോൺസ്, അതും കൊള്ളായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഇതിനകത്ത് ആ റെഡ് സാധനം കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ബീഫ് നടുവെ മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഇതെല്ലാം കണ്ട് പിന്നെ നേരെ പോകാനായിട്ട് താഴെ ഇറങ്ങിയപ്പോഴാണ് ആ ഒരെണ്ണം കണ്ടത്. ഓരോ ഇരുട്ട് കൂടിനകത്ത് സ്റ്റോൺസ് ഇട്ട് അതിനകത്ത് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇതാണ് മെയിൻ എൻട്രിയിൽ വരുന്ന സംഭവം. അങ്ങോട്ട് കയറാൻ പറ്റില്ല, അവിടെ ലോക്ക് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഇതെല്ലാം കണ്ട് നമ്മൾ പിന്നെ ഇറങ്ങി തിരിച്ച് നമ്മുടെ ബസ് കിടക്കുന്നിടത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഒരു 5 മിനിറ്റ് നടന്നപ്പോഴാണ് നമ്മൾ ബസ്സുള്ളടത്തെത്തി. പിന്നെ ഞാൻ പുറത്തിറങ്ങി, എൻ്റെ ലുക്ക് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് നോക്കി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയി ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ കയറി എല്ലാവരും നല്ല മടുത്തായിരുന്നു. രാവിലെ തൊട്ട് യാത്ര ചെയ്ത് മടുത്ത് മ്യൂസിയത്തിനകത്തും കൂടെ കറങ്ങി എല്ലാം വന്നപ്പോഴത്തേക്ക് എല്ലാവരും നല്ല രീതിക്ക് മടുത്തായിരുന്നു. പിന്നെ ക്രിസ്മസ് സമയം ആയതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അതൊക്കെ കണ്ടിരുന്നു. കുറേ നേരം അത് കണ്ടിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞിട്ട് എണീറ്റൊന്ന് നോക്കി കോളേജിൽ എത്താറായോന്ന്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്.